ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കി പോകുന്നത് നമ്മുടെ ക്യാരറ്റ് ഹൽവയാണ്. ക്യാരറ്റ് കുറച്ചധികം ഇവിടെ മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതല്ലാതെ കൈയിട്ടൊക്കെ എടുക്കണേ ഒരുപാട് സമയം എടുക്കും. അത്രയും അധ്വാനിച്ചൊരു കറിയൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കറി പോട്ടെ, ഒരു സാധനം കഴിക്കാനുണ്ടാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിൻ്റെ അകത്തെ കുറച്ച് നെയ്യ് എടുത്തൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്, ഇവിടെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ അതിട്ട് കൊടുത്തത്. എന്താണെന്ന് അറിയത്തില്ല, ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ചേഞ്ച് ഈ മധുരത്തിനോടുള്ള എന്തെന്നില്ലാത്ത ആഗ്രഹമാണ്. എനിക്ക് മധുരം ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രഗ്നൻസി ടൈമിലോ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സമയത്തും എനിക്ക് മധുരം തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചായക്കത്തൊക്കെ ആണെങ്കിൽ തന്നെ വളരെ കുറച്ച് മധുരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. പക്ഷേ എനിക്കറിയത്തില്ല, ആഫ്റ്റർ ഡെലിവറി എനിക്ക് മധുരത്തിനോട് പ്രത്യേകതരം ഒരു ഒരു ക്രേവിങ് ആണ്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ ക്യാരറ്റ് ഹൽവയും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പാലൊഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3-4-5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഏലക്ക ഇടാൻ മറക്കണ്ട. അത്രേ തന്നെ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നല്ലപോലെ തിളപ്പിച്ച് ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇനി ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ടേസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റാണ്. കാഷ്യൂവും കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്.